ഈ കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ ഹാളിൽ നിന്ന് കുട്ടി പുറത്തിറങ്ങിയപ്പം ബന്ധുക്കൾ കാത്തിരിക്കുന്നു. കുട്ടിയോട് കാര്യം പറഞ്ഞു, ഉമ്മ മരിച്ചിരിക്കുന്നു, പെട്ടെന്നായിരുന്നു എന്ന്. കുട്ടി ഭയങ്കര കരച്ചില്. അവളെ പിടിച്ച് വണ്ടിയിലിട്ട് ആ കുട്ടിയെ കോഴിക്കോട് കൊണ്ടുവന്നു. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീട്ടിലിങ്ങനെ കിടത്തിയിക്ക. ആ മയ്യത്തിന്റെ മുമ്പില് നിസ്കരിക്കണം, മയ്യത്തിന്റെ മുമ്പിൽ നിസ്കരിക്കണം, മയ്യത്ത് നിസ്കരിക്കണം. ആൾക്കാരിങ്ങനെ കൂടി നിൽക്കാണ്, ബന്ധുക്കളൊക്കെ ഉണ്ട്, അയൽവാസികളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും ഒന്നെടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന +2 മുഴുവൻ A+ വാങ്ങിയ, 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ വാങ്ങിയ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗിന്റെ 3ാമത്തെ വർഷം പരീക്ഷ എഴുതി വിജയകരമായി എഞ്ചിനീയർ ആകാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകൾ, ആ മകളെ ഇവര് കൂട്ടിക്കൊണ്ടുവന്നതാ. ഈ കുട്ടി ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും വരിയായിട്ട് നിൽക്കുമ്പോ ഉമ്മാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കാരക്കുപ്പായം കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് ഈ കുട്ടി. ഭയങ്കര കരച്ചില്. കൂടെ നിന്ന ബന്ധുക്കള്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, അയൽവാസികള് ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോളെ കരയല്ലേ, എത്ര നേരമായി മോള് കരയണ്, ഇനി കരയില്ലേ, ഉമ്മ മരിച്ചുപോയി, അതൊരു യാഥാർത്ഥ്യമാണ്, ഇനി നമുക്ക് ഉമ്മാക്ക് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ കുട്ടി ആളുകൾ കേൾക്കെ ഉറക്കെ പറഞ്ഞു, ഉമ്മ മരിച്ചുപോയതിനല്ല ഞാൻ കരയണത്, ഞാൻ കരയണത് ഉമ്മ മരിച്ചുപോയതിനല്ല. ആൾക്കാർ വെച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ കരയണത്, എന്തിനാ മോള് കരയണത്? ഈ കുട്ടി പറയാണ്, ഈ മരിച്ചു കിടക്കണ ഉമ്മ ഉണ്ടല്ലോ, ഉണ്ട്, ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ എനിക്ക് അറിയില്ല, എന്നെ ആരും പഠിപ്പിച്ചില്ല, ഞാൻ എങ്ങനെയാ മയ്യത്ത് നിസ്കരിക്കുക? എനിക്ക് നിസ്കാരക്കുപ്പായം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതിന് 2 റക്അത്താണോ 3 റക്അത്താണോ, സുജൂദ് പോവണോ, റുകൂ ഉണ്ടോ, ഇതിന് പ്രാർത്ഥന ഉണ്ടോ? കുട്ടി പറയാണ്, അറിയില്ലല്ലോ എനിക്ക്, എഞ്ചിനീയറിംഗിന് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചു, +2 ഞാൻ A+ വാങ്ങി, +1 +2 മികച്ച രീതിയിൽ പഠിച്ചു, നല്ല റെക്കോർഡുള്ള കുട്ടി. പക്ഷെ മരിച്ചു കിടന്ന ഉമ്മാന്റെ മുന്നിൽ ആ ഉമ്മാനെ മയ്യത്ത് കിടത്തിയിട്ട് 2 തുള്ളി കണ്ണീരിട്ടിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാപമോചനം തേടി പ്രാർത്ഥിക്കാൻ പാപം ആ കുട്ടിക്കറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ മുന്നിൽ നിന്ന് ഈ കുട്ടീനെ മയ്യത്ത് നിസ്കാരം പഠിപ്പിക്കണോ? നിങ്ങൾ ചിന്തിക്കണം, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കണം.